2002 ജൂലൈ 2 വാഷിംഗ്ടൺ. ജ്ഞാനദളം 361. ധ്യാനത്തിന്റെ 5 ചുവടുകൾ. ശരീരം സുരക്ഷിതമാക്കി അതിന് സുഖമുണ്ടാക്കാൻ നമ്മൾ വളരെയധികം സമയം ചെലവഴിക്കുന്നു. നശിച്ചു പോകുന്ന ഈ ശരീരത്തിൽ മനസ്സ് പെട്ടുകിടക്കുന്നു. നിങ്ങൾക്ക് ഈ ശരീരം എല്ലാ കാലത്തേക്കും നിലനിർത്താൻ പറ്റുമോ? ഒരു ദിവസം അത് തീർച്ചയായും വീണുപോകും. നിങ്ങളുടെ ശരീരം വിട്ടുപോകുന്നതിന് മുമ്പ് ശരീരത്തെ വിട്ടുകളയാൻ നിങ്ങൾ പഠിക്കൂ. ശരീരം നിങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് മരണം. നിങ്ങൾ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് ധ്യാനമാണ്. ആത്യന്തികമായി മനസ്സ് ചേതനയുമായി ഒന്നാകുകയും ശരീരം ഭൂമിയിൽ ലയിക്കുകയുമാണ് ചെയ്യുക. ആരംഭത്തിൽ ധ്യാനം വിശ്രമം നൽകുന്നു. രണ്ടാമത്തെ ചുവട് വയ്ക്കുമ്പോൾ ധ്യാനം ഊർജം നൽകുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ ധ്യാനം ക്രിയാത്മകത നൽകുന്നു. നാലാമത്തെ അവസ്ഥയിൽ ധ്യാനം ഉത്സാഹവും ആനന്ദവും നൽകുന്നു. ധ്യാനത്തിന്റെ 5ാമത്തെ ചുവട് വിവരിക്കാനാവാത്തതാണ്. നിങ്ങൾ പ്രപഞ്ചവുമായി ഒന്നാണ് എന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവുന്നു. 5ാമത്തെ ചുവട് എത്തുന്നതുവരെ നിർത്തരുത്. കുറച്ച് വിശ്രമമോ കുറച്ച് ഉത്സാഹമോ സന്തോഷമോ കിട്ടുമ്പോഴോ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമ്പോഴോ തന്നെ ധ്യാനം നിർത്തരുത്. സന്തോഷിക്കാനും ധ്യാനത്തിലൂടെ സന്തോഷിക്കാനും ആഗ്രഹങ്ങൾ നിറവേറ്റാനുമുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് സ്വയം ഒന്നും വേണ്ടായെങ്കിൽ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ കൂടി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ജയ് ഗുരുദേവ്.